ഹലോ ഫ്രണ്ട്സ്, ഇന്നോസിൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് എൻ്റെ അമ്മച്ചിക്ക് ഞങ്ങൾക്കൊരു ഹൗസ് വാമിങ് ഉണ്ട് കേട്ടോ. കുടിൽക്കലുണ്ട്, കോഴിക്കോടാണ് കുടിൽക്കൽ. അപ്പോൾ അതിന് പോകാനായിട്ട് ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. അമ്മച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവാണ് കേട്ടോ. അമ്മച്ചിൻ്റെ വർക്ക് ചെയ്യുന്ന കൂടുതൽ സ്റ്റാഫൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും ഉണ്ട് കേട്ടോ കൂടെ പോകാനും അമ്മച്ചിൻ്റെ. അപ്പോൾ നമുക്ക് ഞാനിത് ഒരുങ്ങിയിട്ട് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ കോലം കണ്ട് നിങ്ങൾ രാവിലെ നീച്ച് പല്ലൊക്കെ തേച്ച് ഇപ്പോൾ കുളിച്ച് വരുന്നുള്ളൂ. അപ്പം നമുക്ക് നേരെ ഫുള്ള് മാറ്റണം, ഡ്രസ്സ് മാറ്റണം, മുടിയൊക്കെ വാരാനുണ്ട്. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു സുന്ദരിയായിട്ട് ഞാൻ വരാം കേട്ടോ. ഗൈസ്, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. താട്ടൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് മുടി വാരാനുണ്ട്, അതുപോലെ തന്നെ മുഖത്ത് മേക്കപ്പൊക്കെ ഇടാനുണ്ട്. അപ്പോൾ ഇതൊക്കെ മുടി വാറുന്നതിലും മേക്കപ്പ് ഇട്ടതിലും ഉമ്മച്ചിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാൻ മുടി വാറുകയാണെങ്കിൽ അത് നടക്കത്തില്ല. എന്നെ കണ്ട് ആരെങ്കിലും മണ്ടും. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ എൻ്റെ മുടി വാരില്ലെന്ന് പറയുന്നത് ഭയങ്കര കോമഡിയാണ്. അപ്പം നമുക്ക് ഉമ്മച്ചി വാർന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മുടി വാർന്ന് കഴിഞ്ഞിട്ട് മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാം. അല്ലെങ്കിൽ ഇതാ കണ്ടോ, ഞാൻ മുടിയൊക്കെ വാർന്ന് വന്നിട്ട് എൻ്റെ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ കുറച്ചും പാട് പണിയുണ്ട്. നമുക്ക് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതായിട്ട് എൻ്റെ ഫൈനൽ ലുക്ക്. രസമുണ്ടോ, കൊള്ളാവോ എന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഇനി കുറച്ച് നടക്കണം ബസ് കിട്ടാനായിട്ട്. അപ്പം ഇനി നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ബസ് സ്റ്റോപ്പിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി അവിടുന്ന് നടക്കാണ്ട് എത്താനായിരുന്നാലും ബസ് സ്റ്റോപ്പൊക്കെ എത്താനായിട്ടില്ല. നമ്മൾ എന്നും നമ്മൾ ഈ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ഈ സ്ഥലത്തൂടെ പോകട്ടെ, ഈ ഒരു മുട്ടപ്പറമ്പ് ആ ഒരു ഭാഗത്ത് കൂടെ. ഇനി നമുക്ക് നേരെ എവിടേക്ക് പോകണം? അതെ, ബസ് സ്റ്റോപ്പ് കാണാം. അപ്പോൾ ഇനി ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് കാണാം കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഗൈസ്, നമ്മൾ അവിടുന്ന് മുമ്പേട്ട നേരെ ബസ് കയറി ഒരു പറ്റിയൊരു അബദ്ധം പറ്റിയിട്ട് ഞങ്ങൾ വടപ്പുറത്തല്ല കയറി, പമ്പാട്ടത്താണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇമ്മച്ചാണെങ്കിൽ വടപ്പുറത്ത് കയറി പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ മെഷീനിലാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ വടപ്പുറത്ത് കയറിയായിരുന്നു. അപ്പോൾ നഷ്ടമായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പറഞ്ഞു വടപ്പുറത്തേക്കൊക്കെ പമ്പാട്ടത്തെ കയറിയത്. ഞങ്ങൾ വടപ്പുറത്ത് കയറിയത് പറഞ്ഞു. അറിയാതെ മറന്ന് എപ്പോഴും മറവി ATM കാർഡൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് മറവി കാരണം. എന്നിട്ട് എന്ത് ചെയ്തു, അതായത് വടപ്പുറത്ത് ആൾക്കാർ നിങ്ങൾ നോക്കിയിട്ടാവും പമ്പാട്ടത്തൊക്കെ കയറിയത് വടപ്പുറത്ത് നടന്നു. അപ്പോൾ ആ കാക്ക അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു, ഇത് തന്നു. പിന്നെ നമ്മൾ പമ്പാടുന്നല്ല കയറിയത്. പിന്നെ അവസാനം ടിക്കറ്റിന് മാറ്റാൻ പറ്റൂലായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അവസാനം അവർ ബാക്കി പൈസ തന്നിട്ടുണ്ട്. നമ്മളിതാ ബസ് കയറിയിട്ട് കേട്ടോ. നമ്മൾ ബാക്ക് സീറ്റിലാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്താൽ ശരിയാവത്തില്ല, ഫോൺ എടുത്തിട്ട് ചാടും. നമുക്ക് മഞ്ചേരി എത്തിയിട്ടേ വീഡിയോ എടുക്കാം. ബാ, അങ്ങോട്ട് പോരുത്തില്ല. അങ്ങോട്ട് പോണ്ടേ? എവിടേക്കാണ്? ഇല്ലത്തില്ല, നടക്കേ. ഞങ്ങളിത് ഇളനീർ ജ്യൂസ് കുടിച്ചാണ്, ബൂസ്റ്റ് കടിക്കുന്ന ഇളനീർ. അങ്ങനെ ഞങ്ങൾ 1.5 മണിക്കൂറിൻ്റെ ബസ് യാത്രയ്ക്ക് ശേഷം മഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇളനീർ ജ്യൂസ് കുടിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഇമ്മച്ചി ഒരു ദിവസം ഇവിടുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കും വേണം പറഞ്ഞിട്ടോ അമ്മച്ചിനോട്. ഞങ്ങൾ ബൂസ്റ്റ് ഇട്ടൂലേ, ആ ബൂസ്റ്റ് ഇട്ട ഇളനീർ ജ്യൂസാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ 45 രൂപയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. പിന്നെ നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ എന്താ പറയുക,
ഒരു സ്ഥലം വരെ കാത്തിക്കാണ്. അമ്മച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വരും. അപ്പം അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് പോലെ കണ്ടതെങ്കിലും ഇവിടെയൊക്കെ പിന്നീട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഗൈസ്. അങ്ങനെ ഇമ്മച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു താത്താൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് കൊടുവള്ളിയിലാണ് കേട്ടോ. എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് അവർ റൂമിൽ ഇരിക്കുകയാണ്. അടിപൊളി വീട്ടിൽ സ്മാഷ്. അങ്ങനെ ഗൈസ് കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരാണ് കേട്ടോ. വീടിൻ്റെ വീഡിയോസൊന്നും വെച്ച് എടുക്കാനായിട്ടില്ല. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഉമ്മച്ചി ഞാൻ ചീത്ത പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് വീടിൻ്റെ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ ഉമ്മച്ചിൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെയാണ് കക്കാടംപൊയിൽ, അപ്പം നമുക്ക് അവിടേക്ക് പോകാമല്ലേ വിചാരിച്ചു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു പൈനാപ്പിൾ തോട്ടം കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണാൻ. ഈ തേയിലം, പൈനാപ്പിൾ, ഈ ഏത്തപ്പഴം തന്നെ കുറേ ഈ ചോരൊക്കെ കയറാനുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് കക്കാടംപൊയിൽ എത്താനായിട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഇതാ ഛർദ്ദിച്ചു, ആവശ്യമായി. അപ്പം വെച്ച് പറഞ്ഞു കക്കാടംപൊയിൽ എത്തിയിട്ട് എനിക്ക് സംഭാരം മേടിച്ച് തരാണ്. കക്കാടംപൊയിൽ എത്തിട്ടോ. ഇവിടുത്തെ വ്യൂ ആണ് ഞാൻ കാണിച്ചത്. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇതാ നമ്മൾ കാണിച്ചു തരാം. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ് കണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇതാ അങ്ങനെ കക്കാടംപൊയിലെത്തി. അത് ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ വ്യൂ പോയിൻ്റാണ് നമ്മൾ ബാക്കിൽ കാണുന്നത്. ഇനി അടിയിൽ എന്താ പറയുക ഒരു പാലും ചെറിയൊരു പുഴയൊക്കെ ഉണ്ടെന്ന് പറയുന്നിട്ടുള്ളത്. അപ്പോൾ ഗായ്സ് എനിക്ക് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഓല അങ്ങനെ അവിടെ വീഡിയോ എടുക്കുകയാണ്, നമുക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല നല്ല കാറ്റുണ്ട് ഇവിടെ. കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിയിൽ എന്തോ ബ്രിഡ്ജൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, സോറി പാലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്. ഇപ്പം സമയം ഇവിടെ നോക്കിക്കോ. പറഞ്ഞു കാണത്തോണ്ടാണ് കണ്ടോ. 4:01 എന്താ അറിയത്തില്ല കേട്ടോ. സംഭാരം അപ്പോൾ ഗായ്സ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പക്ഷേ സംഭാരമൊക്കെ മേടിച്ചു തന്നു. അപ്പോൾ പോരുന്ന വഴിക്ക് നമുക്ക് അരുവി, ആ പുഴ, അതുപോലെ തന്നെ ആ പാലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് പിന്നെ അധികം വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.